ഇപ്പോൾ ഇതിന്റെ കാരണങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ അസുഖം സംഭവിക്കുന്നത്? അതിന്റെ ഒരു കാരണം എന്താണ്? ഇതിൽ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ വരുന്ന അക്യൂട്ട് ആയിട്ടുള്ള ഇൻഫെക്ഷൻ, ചെവിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അതായത് ചെറിയ ഒരു 2-3 ദിവസം 3-4 ദിവസം മാത്രം നീണ്ടുനിൽക്കുന്ന അക്യൂട്ട് ആയിട്ടുള്ള ചെവിയിൽ വരുന്ന ഇൻഫെക്ഷൻ. അത് നമുക്ക് ഒരു ജലദോഷപ്പനി അല്ലെങ്കിൽ ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന് ശേഷം പേഷ്യൻ്റ് നമ്മൾ ഈ മിഡിൽ ഇയറും നോസും തമ്മിൽ കണക്ട് ചെയ്യുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉണ്ട്. അപ്പോൾ ഈ യൂസ്റ്റേഷ്യൻ ട്യൂബുമായി ഇൻഫെക്ഷൻസ് ചെവിയിലേക്ക് മിഡിൽ ഇയറിലേക്ക് എത്തുകയും എന്നിട്ട് അവിടെ അത് പഴുപ്പ് ഫോം ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഈ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പഴുപ്പ് കൂടി നമ്മുടെ ഇയർ ഡ്രം അല്ലെങ്കിൽ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴി ഈ പഴുപ്പ് പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരുന്ന ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഫെക്ഷൻസും റെഡ്യൂസ് ആവും. പിന്നെ അത് ഈ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരം അത് തന്നെ അടയുകയും ചെയ്യും. അഥവാ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുവാന്നുണ്ടെങ്കിൽ ഈ ഈ സുഷിരം അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇത് പേഷ്യന്റ് വലുതാനനുസരിച്ചിട്ട് ഇതിന്റെ സൈസും വലുപ്പം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതില് പിന്നെ പേഷ്യന്റിന് എന്തെങ്കിലും ഒരു ജലദോഷം ഒക്കെ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ചെവിയിലേക്ക് വെള്ളം കയറുകയാണെങ്കിലോ ഇത് റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് ക്രോണിക് ആയിട്ട് ഇൻഫെക്ഷൻസ് ചെവിയിൽ വരുന്നത് വിത്ത് ഒരു ഇയർ ഡ്രം അല്ലെങ്കിൽ കർണപടത്തിൽ ഉണ്ടാകുന്ന ഒരു സുഷിരം ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ പറയുന്നത് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ മ്യൂക്കോസിൽ വരാനുള്ള ഒരു റീസൺ ആയിട്ട്, മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. പിന്നെ വേറെ റീസൺസ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് ഉള്ള ആൾക്കാർ, അത് ആക്റ്റീവ്ലി സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്നത് പാസീവായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, പിന്നെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയകളിൽ ജീവിക്കുന്ന ആൾക്കാർ, പിന്നെ നീസൽ അലർജി ഇപ്പൊ മൂക്കിൽ എന്തെങ്കിലും അലർജിക് റൈനൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്ക്, പിന്നെ നമ്മൾ ജന്മനാ തന്നെ എന്തെങ്കിലും ക്രേനിയോഫേഷ്യൽ അബ്നോർമാലിറ്റീസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇതൊക്കെ ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാത്ത അക്യൂട്ട് ആയിട്ടുള്ള ചെവിയിൽ വരുന്ന ഇൻഫെക്ഷൻസ് ആണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.